അപ്പോൾ സമസ്തക്കളുടെ ആശയപ്രകാരം ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ, കാര്യകാരണങ്ങൾക്ക് അപ്പുറമെന്നോ ഇപ്പുറമെന്നോ വ്യത്യാസമില്ലാതെ, അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയുടെ ഉള്ളിലെന്നോ പുറത്തെന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹുവിനുള്ള ഏത് കഴിവും ഏത് സൃഷ്ടിക്കും ഉണ്ടാകാം. അത് അള്ളാഹു കൊടുത്ത കഴിവാണ് എന്ന് വിശ്വസിച്ചാൽ പിന്നെ ലോകത്തെവിടെ വിളിച്ചാലും കാണും, ലോകത്തെവിടെ വിളിച്ചാലും കേൾക്കും, ആ വിളിക്കെല്ലാം ഉത്തരം ചെയ്യും, അവരെവിടെയും പ്രത്യക്ഷപ്പെടും, അവരെങ്ങനെയും സഹായിക്കും എന്നൊക്കെ ഏത് മഹാനെക്കുറിച്ചോ അല്ലാത്തതിനെക്കുറിച്ചോ വിശ്വസിച്ചാലും അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് വരുന്നില്ല എന്നാണ് അവരെ വാദം. പച്ചയായ കളവല്ലേ ഈ വലിയ മൗലവി ഇരുന്നുകൊണ്ട് പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അടിവേര് തന്നെ വാർത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള കളവുകൾക്ക് മുകളിലാണ്. സാധാരണക്കാരനായിട്ടുള്ള മുജാഹിദുകളൊക്കെ ഈ കളവുകളൊക്കെ തിരിച്ചറിയാനും ഉൾക്കൊള്ളാനൊക്കെ ഉള്ള ഒരു മനസ്സ് കാണിച്ചാൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അവർക്ക് നിൽക്കാൻ കഴിയില്ല. ഏറ്റവും ചുരുങ്ങിയത് മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളൊക്കെ കാഫിറാണ് എന്ന് പറയുന്ന ആ സ്വഭാവത്തിൽ നിന്നെങ്കിലും അവർക്ക് മാറാൻ സാധിക്കും. എന്താണ് സഹോദരന്മാരുടെ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്? അള്ളാഹുവിൻ്റെ കഴിവ് സൃഷ്ടികൾക്ക് നൽകിയിട്ടുണ്ടെന്നാണോ? അള്ളാഹിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ എന്താ? അത് സ്വയമുള്ള കഴിവാണ്, അത് പണ്ടേക്കും പണ്ടുള്ള കഴിവാണ്, അതൊരിക്കലും അറ്റമില്ലാത്ത കഴിവാണ്, അത് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവുന്ന കഴിവല്ല. ഇതൊക്കെയല്ല അള്ളാഹുവിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ. നമ്മൾ സൃഷ്ടികളായ മഹാന്മാർക്കായാലും മൗലിയാക്കന്മാർക്കായാലും സാധാരണക്കാർക്കായാലും ഒക്കെ എങ്ങനെയാണ്? അള്ളാഹു താല സൃഷ്ടിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു താല എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് അപ്പോഴേ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു താല എത്രയാണോ കണക്കാക്കുന്നത് അത്രയേ ഉണ്ടാവുകയുള്ളൂ. ഇതിനൊരു പരിധി നിശ്ചയിക്കാൻ മുജാഹിദുകളായിട്ടുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹ് എന്താ ഖുർആനിൽ പറഞ്ഞത്? വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹ്ക്ക് ഉദ്ദേശിച്ച ആൾക്കാർക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കും. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഐ യർസുഖു മൻ യശാഉ മിൻ ഖൽഖിഹി വയുഅതീഹി അതാഅൻ കസീറൻ ജസീലൻ ബിലാ ഹസ്രിൻ വലാ തഅദാദിൻ ഫിദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും എണ്ണം വണ്ണൊന്നും നോക്കാതെ കണക്കില്ലാതെ ധാരാളം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കും എന്നാണ് പറയുന്നത്. മഹാന്മാരായ പ്രവാചകന്മാർക്ക് മലായിക്കത്തുകളെ കാണാൻ പറ്റിയിരുന്നു. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളെ കാണാനും ജിന്നുകളെ കൊണ്ട് പഠിപ്പിക്കാനും പറ്റിയിരുന്നു. ചെറിയ ഉറുമ്പിൻ്റെ ശബ്ദം പോലും കേൾക്കുമായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. ഇരുമ്പുകളെ പോലും വളക്കാനുള്ള കഴിവ് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നു. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾക്ക് അള്ളാഹു താല ഇഷ്ടമുള്ളതുപോലെ കഴിവുകൾ പടച്ചു കൊടുക്കും, കറാമത്തുകൾ കൊടുക്കും, മുഅ്ജിസത്തുകൾ കൊടുക്കും. ഇതൊക്കെ നമ്മൾ പറയുന്നുള്ളൂ. അതല്ലാതെ അള്ളാഹുവിൻ്റെ ഒരു കഴിവ് മറ്റൊരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് നമ്മളാരും പറയുന്നില്ല. അള്ളാഹുവിൻ്റെ കഴിവെന്ന് വേറെ, സൃഷ്ടികളെ കഴിവെന്ന് വേറെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചു കൊടുക്കുമ്പോഴാണ് സൃഷ്ടികൾക്ക് ഉണ്ടാകുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സ്വയമുള്ളതും പഴയതും ഒരിക്കലും അന്ത്യമില്ലാത്തതുമാണ്. സൃഷ്ടികളുടേതോ അള്ളാഹുവിൻ്റെ കൺട്രോളിൽ മാത്രം നടക്കുന്ന കഴിവുകളാണ്. അഭൗതികമായ കഴിവ് അഥവാ അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥകൾക്ക് അതീതമായ കഴിവ്, ഒരു ഭാഷ പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ്. ആ കഴിവ് അള്ളാഹു തആലക്ക് മാത്രം. ഏത് സൃഷ്ടിക്കുമുള്ള കഴിവുകൾ അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള കഴിവുകൾ മാത്രം. അഭൗതികമായ കഴിവ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ്, ഇതൊന്നും അള്ളാഹു ആർക്കും കൊടുക്കൂല. ഇത് അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ് എന്നാണ് മൗലവിമാർ പറയുന്നത്. ഇതെന്തിനാ പറയുന്നത്? സുന്നികളെ കാഫിറാക്കാൻ. എന്നാൽ ഇതിന് തെളിവ് നിങ്ങൾ പറഞ്ഞാണെങ്കിൽ നോക്കട്ടെ. ഇത് പറയാൻ വേണ്ടി കെ മൗലവി റഹിമഹുല്ലാഹ് മുതൽ ഓരോ കാലത്തുമുള്ള നമ്മുടെ മലയാളക്കരയിലെ ഇസ്ലാഹി നേതാക്കന്മാർ അവിടെ ഗ്രന്ഥങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ച പദപ്രയോഗങ്ങളാണ് അഭൗതികമായ കഴിവുകൾ അള്ളാഹു തആലക്ക് മാത്രം. അവിടെ സൃഷ്ടികളിൽ ആർക്കും ആ കഴിവില്ല. ആ കഴിവ് ഉണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ തന്നെ അവിടെ വിശ്വാസത്തിൽ ശിർക്ക്. ഉദാഹരണമായി കെ മൗലവി റഹിമഹുല്ലയുടെ അദ്ദുആഉ വൽ ഇബാദ എന്ന പുസ്തകം ജംഇയ്യത്തുൽ ഉലമ ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇത് 1365 ഏകദേശം 80 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഏറ്റവും ആദ്യത്തെ പ്രസിദ്ധീകരണമാണ് ഇത്. ഇതിന് കെ മൗലവി റഹിമഹുല്ലാഹ് വ്യക്തമായി പറയുകയാണ്, ഒരു ഉപകാരം ചെയ്യുവാനോ ദോഷം വരുത്തുവാനോ ഉപകാരത്തെ തടയുവാനോ ദോഷത്തെ നീക്കുവാനോ ഉള്ള മറഞ്ഞതായ അധികാര ശക്തി അഥവാ ആദിയായ സബബുകൾക്കപ്പുറമുള്ള അധികാര ശക്തി. ആദിയായ സബബ് പറഞ്ഞാൽ സാധാരണ ബന്ധം, അപ്പുറമുള്ള അധികാര ശക്തി സൃഷ്ടാവിന് മാത്രമേ ഉള്ളൂ. സൃഷ്ടികൾക്ക് ആർക്കുമില്ല. ഹയാത്തുള്ളവരാകട്ടെ മരിച്ചവരാകട്ടെ ആർക്കുമില്ല. ഇങ്ങനെയുള്ള മറഞ്ഞ അധികാര ശക്തി ഏതൊരു വസ്തുവിൽ ഉണ്ടെന്ന് ഒരാൾ ധരിക്കുന്നുവോ അയാൾ ആ വസ്തുവിനെ തന്റെ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത്. ആ ധാരണയുടെ ഫലമായി ഉണ്ടാകുന്ന വണക്കമത്രേ ഇബാദത്ത്. നോക്കൂ സഹോദരന്മാരെ, എത്ര ഗൗരവമുള്ളൊരു കാര്യമാണ് ഇവർ പറയുന്നത്. ഇവർ ഉണ്ടാക്കിയ ഈ അടിസ്ഥാന നിയമത്തിന്റെ പ്രമാണം ആരാണ്? കെ എം മൗലവിയുടെ പുസ്തകം. ഹദീസ് അവർക്ക് വേണ്ട, ആയത്ത് വേണ്ട, 3 നൂറ്റാണ്ടിലെ ഉലമാക്കൾ വേണ്ട, താബിഈങ്ങൾ വേണ്ട, തബഉ താബിഈങ്ങൾ വേണ്ട, സഹാബത്തെ കിറാം വേണ്ട, ഇമാമിങ്ങൾ വേണ്ട, ആരും വേണ്ട. 80 കൊല്ലം മുമ്പുള്ള ഈ മുജാഹിദ് മൗലവിമാരുടെ മുൻഗാമികളുടെ രേഖയാണ് അവരുടെ തെളിവായി അവർ ഉദ്ധരിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ്! മുസ്ലിം സമൂഹത്തെ കാഫിർ മുശ്രിക്കമാക്കാൻ, സ്വന്തം ഉപ്പ കാഫിറായി ചത്തുപോയി എന്ന് വിധി എഴുതാൻ, സ്വന്തം ഉമ്മ കാഫിറാണെന്ന് വിധി എഴുതാൻ, സ്വന്തം അയൽവാസികളും കുടുംബക്കാരും കാഫിറാണെന്ന് വിധി എഴുതാൻ, സ്വന്തം പഠിപ്പിച്ച ഉസ്താദുമാരും പള്ളിയിലെ ഉസ്താദുമാരും കാഫിറും മുശ്രിക്കുമാണ് എന്നൊക്കെ ഇവർക്ക് വിധി എഴുതാൻ ഇവരുടെ തെളിവെന്താണ്? കെ എം മൗലവിയുടെ പുസ്തകം.
ഇതല്ലേ സഹോദരന്മാരെ പുത്തൻവാദം എന്ന് പറയുന്നത്? എന്തേ ഇവർക്ക് ഖുർആനിൽ നിന്ന് ആയത്തോതാൻ കഴിയാത്തത്? എന്തേ ഇവർക്ക് ഹദീസിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കാൻ കഴിയാത്തത്? യഥാർത്ഥ പുത്തൻവാദത്തിന്റെ അടിസ്ഥാനപരമായ ആശയമാണ് ഇവർ പറയുന്നത്. ഇതിന് ഇവർക്ക് ഒരു തെളിവുമില്ല. ഇതിന് ഇവരുടെ മൗലവിമാരല്ലാതെ ഒരു തെളിവുമില്ല. സഹോദരന്മാരെ, ഇത് പുത്തൻവാദമല്ലെങ്കിൽ പിന്നെ ഏതാണ് പുത്തൻവാദം? സുന്നികളെ കാഫിറാക്കുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ ആശയം. ഈ ആശയത്തിന് ഇവർ തെളിവുദ്ധരിക്കുന്നത് കേരളത്തിലെ കഴിഞ്ഞുപോയ ഇവരുടെ തന്നെ മൗലവിമാരുടെ ആശയങ്ങളാണ് എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദുകളായിട്ടുള്ള ആളുകളെ, ഇവരെ വിശ്വസിച്ചുകൊണ്ട് സുന്നികളായ മുഅ്മിനീങ്ങളെ കാഫിറും മുശ്രിക്കുമാക്കാൻ നിങ്ങൾ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ അപകടത്തിലാണ് പോയിപ്പെടുന്നത് എന്ന് ഇനിയും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ വലിയ വില ആഖിറത്തിൽ നൽകേണ്ടി വരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.